ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ. നമ്മുടെ തക്കാളി ചെടിയിലെ ചില തക്കാളികൾക്ക് ഇത് അടിയിൽ പൊള്ളിയ പോലെ രസകം കാണുന്നുണ്ട് കേട്ടോ. അത് എന്താണെന്ന് അറിയില്ല, ചൂട് കൂടുതലായും കൊണ്ടായിരിക്കും അല്ലേ. എല്ലാ തക്കാളിക്കൊന്നും ഇല്ല കേട്ടോ, ബാക്കിയൊക്കെ നമുക്ക് നല്ല ഫ്രഷ് തക്കാളിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പം അധികം ചെടിയൊന്നുമില്ല കേട്ടോ. ഈ തയ്യാൾ ചെറുതില്ല, ഒക്കെ ഇനി ഉണ്ടാക്കിയിട്ട് വേണം. പിള്ളയിലൊക്കെ തക്കാളി ഉണ്ട്. ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ അതൊന്നും അല്ല കാണിക്കാൻ പോണത്, മുളകും തൈ നടണതാണ് കേട്ടോ. എങ്ങനെ ഞാൻ നടണതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറും നിലത്താണ് കേട്ടോ, മണ്ണിലാണിത് നടാൻ പോണത്. ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒന്നുമല്ല, ചാക്കിലോ ഒന്നുമല്ല. ഈ മുളകും തൈ നമ്മൾ കടയിൽ നിന്ന് വിത്ത് വാങ്ങിയിട്ട് വിതച്ചതല്ല കേട്ടോ. സാധാ നമ്മുടെ വീട്ടിലെ മുളകില്ലേ, അതിലേറ്റവും വലിയ മുളകിൻ്റെ മുളക് ഉണങ്ങിയതിൻ്റെ വിത്തുകൾ പാവിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ബക്കറ്റിൽ നമ്മൾ വളമായിട്ട് ഈ വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഇങ്ങനെയൊക്കെ കുറേ സംഗതികൾ വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിലുണ്ടായ തയ്യൽ കണ്ടില്ലേ, ഏറ്റവും നല്ല തയ്യലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറും നിലത്താവും കൊണ്ട് തന്നെ നന്നായി കുഴിച്ചുണ്ടാക്കുക കേട്ടോ. നല്ല വലിയ കുഴി എടുക്കുകയൊന്നും വേണ്ട, ചെറിയ ചെറിയ തയ്യലാണ്. പിന്നെ ഈ മണ്ണിൽ കൂടെ വേരോടാൻ എളുപ്പമുണ്ട് കേട്ടോ. എപ്പോഴും നനഞ്ഞ് കിടക്കണ മണ്ണാണ്, ഞാൻ എപ്പോഴും നനച്ചിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴിയൊന്നും ഉണ്ടാക്കണ്ട. ഒരു തൈ നടന്ന് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അടിയിൽ കരിയിലാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ ഇത്തിരി ശീമക്കൊന്ന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ബെഡ് ഒരുക്കി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത്. കരിയില നമ്മൾ നന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാവിൻ്റെ ഇലയും നമ്മളിതിന് ഉപയോഗിക്കില്ല കേട്ടോ, കാരണം അതിന് നല്ല പുളിരസം ഉണ്ടാവും. അപ്പോൾ അമ്മളം കൂടുതലായ നമ്മുടെ തയ്യാൾ വിചാരിച്ച രീതിയിൽ കായകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാനിതാ പഴയ കിടക്കേൻ്റെ ഉള്ളിലത്തെ ഇതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിന് പകരം എന്താ പറയുക, അതിൻ്റെ ഉള്ളിലത്തെ ചകിരി പോലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്ന ഒരു ബെഡ് പോലെ. ഇതിന് പകരം നമ്മൾ വീട്ടിലുള്ള ചകിരി ഇല്ലേ, ചകിരീൻ്റെ നേരെ ഇത്തിരി നനച്ചിട്ടൊക്കെ ഒരു കുറച്ചും കൂടി എന്താ പറയുക, നമ്മൾ പാത്രം കഴുകാനൊക്കെ എടുക്കണ പോലെ ചകിരി എടുത്തിട്ട് വെള്ളത്തിൽ നനച്ച് കുറച്ച് നേരം വെച്ച് അതിലത്തെ ആ കട്ട് കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം കേട്ടോ, ഒരു ബെഡാക്കിയിട്ട്. പിന്നെ ഞാൻ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേപ്പും പിണ്ണാക്കും ഒന്ന് വെതറിയിട്ടുണ്ട്. ഓരോ പിടിയാണ് കേട്ടോ ഓരോ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ലൊരു ബെഡായിട്ടുണ്ട്. ഇതിൽ വേര് പിടിക്കാൻ എത്ര ഈസിയാണെന്നറിയോ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു തയ്യേ നടന്നുള്ളൂ. ഇതൊന്ന് പിടിച്ച് കിട്ടിയാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തയ്യ് നമ്മൾ വെറുതെ ഒരു മണ്ണിലങ്ങോട്ട് നട്ടുകയാണ് വെച്ചാൽ ഒരു 10 ദിവസമെങ്കിലും വേണത്തൊന്ന് പിടിച്ച് കിട്ടാൻ. ചിലതൊക്കെ കരിഞ്ഞും പോവും. പക്ഷേ ഈ എത്രയും നല്ല ബെഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെടി നടുമ്പോൾ എന്താ വെച്ചാൽ ഒരു 4 ദിവസം മതിയിട്ട് അതിൽ പുതിയ ഇല വരാനായിട്ട്. അപ്പോൾ ഞാനിതാ ഈ തൈ നട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു 3-4 തൈയും കൂടി ഞാൻ ഒരുമിച്ച് നടണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഒന്ന് പോയാലും ബാക്കിയുള്ളത് അതിലുണ്ടാവുമല്ലോ അവിടെ. അത്രയും തയ്യലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂട്ടത്തിൽ നടന്നത്. അപ്പോൾ അതാ നമ്മുടെ ഒരു മുളകും തൈ ഇവിടെ നട്ടിട്ടുണ്ട്, നല്ല വിജയകരമായി നട്ടിട്ടുണ്ട്. ഇതിലെന്തായാലും നല്ലൊരു തന്നെ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ ബാക്കിയുള്ള തയ്യാൾ മുഴുവൻ ഞാൻ പകുതി തയ്യാളെ കേട്ടോ അപ്പോൾ പറിച്ചെടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. ഇനി പൂവാണെന്ന് വെച്ചാൽ ഈ തയ്യാളിൽ ഏതെങ്കിലും പൂവാണെന്ന് വെച്ചാൽ അവിടെ നടാലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി പറിക്കാതെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറിച്ചെടുത്ത എല്ലാ മുളകും തൈ ഇവിടെ നട്ടിട്ടുണ്ട്. ആദ്യം നട്ട ഒരു 2 മാസത്തിന് മുന്നേ നട്ട ഇതുപോലെ തന്നെ നട്ട മുളകും തയ്യാളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്, അവിടെ ഉള്ളത്. അതിലൊക്കെ പൂവും കായൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ നല്ല നനച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇടുമ്പോൾ വേണ്ടത് നല്ലോണം നന കിട്ടണം, അതിങ്ങനെ കുതിർന്ന് കിടക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിലൊരു തരം ചൂടുണ്ടാവും, അത് നമ്മുടെ ചെടീൻ്റെ വേരിനെയൊക്കെ നശിപ്പിച്ചാൽ പിന്നെ ആ ചെടി ഉണ്ടാവില്ല. അപ്പോൾ വേണ്ടത് നല്ലോണം നനയ്ക്കുക തന്നെയാണ്. ഞാൻ നല്ലോണം നനച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാ മുളകും തൈയും. നമ്മളൊരു ബെഡ് ഉണ്ടാക്കി കൊടുത്തില്ല, അത് മുഴുവൻ നനഞ്ഞ് ഇരിക്കുന്ന തരത്തിൽ വേണം നമ്മൾ നനയ്ക്കാനായിട്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് ഞാനൊരു 10-25 നട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ഓരോ ചെടീൻ്റെ കൂടെ ഒരു 3-4 ചെടിയും കൂടി മുളകും തൈയും കൂടി ഒരുമിച്ച് അങ്ങോട്ട് നടും. എന്നാൽ പിന്നെ ഒരുപാടെണ്ണം കിട്ടുമല്ലോ നമുക്ക് ചെടികളും. അതിൽ നിറയെ പൂവും കായൊക്കെ വന്നാൽ നമുക്ക് എത്ര മുളക് കിട്ടും, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ നനയ്ക്കുന്നത് ഞാൻ വെറുതെ മണ്ണിൽ കുഴിച്ചിട്ട മുളകും തൈകളാണ് കേട്ടോ. ഇതും മറ്റേതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് മാറ്റം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ നട്ടിട്ടുള്ളത്. ഒരു 4 തൈ ഞാൻ അങ്ങനെ നട്ടിട്ടുണ്ട്.
അപ്പോൾ ഇതാ 4 ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ചെടികളാണ്. ഞാൻ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടല്ലേ അടിപൊളിയായിട്ട് വളർന്നു നിൽക്കണം. നമ്മളെ നട്ടതിനേക്കാട്ടിലും വലുതായില്ലേ, പുതിയ ഇലകളൊക്കെ വന്ന് ഉഷാറായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ കൂടെ 1-2 കൂടി അവിടെ തന്നെ അടുത്തൊരു കുഴിയാക്കിയിട്ട് നടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2 മാസം മുന്നേ ഞാൻ ഇതേപോലെ ഒരു ബെഡ് ഉണ്ടാക്കി മുളകും തൈ നട്ടിട്ട് ഉണ്ടായതാണ് ഈ മുളക് ചെടി. ഇതിലാണ്ടില്ലേ കായകൾ, എത്ര ചെറിയ ചെടിയിലാണ് നിറയെ കായകൾ വന്നിട്ടുള്ളത്, മുളകുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നട്ട രീതി നല്ല റിസൾട്ട് വരുന്ന ഈ ചെടിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പം അങ്ങനെ നട്ട് നോക്കുക. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വിത്ത് നടുന്നത് മുതൽ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഉപയോഗം തുടങ്ങുകയാണ്. നല്ല ഇത്തിരി താമസിക്കുന്നേ ഉള്ളൂ വിത്ത് മുളയ്ക്കാനായിട്ട്. ഒരു 10 ദിവസമൊക്കെ എടുക്കും. 4 ദിവസം എന്നുള്ളത് 10 ദിവസം ആവും. വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ, വേപ്പിൻ പിണ്ണാക്കും ചകിരിച്ചോറൊക്കെ ചേർത്തിട്ട് നമ്മൾ വിത്ത് പാവിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ആ തയ്യലുണ്ടല്ലോ നല്ല ആരോഗ്യമുള്ള നല്ല അടിപൊളി തയ്യാളായിരിക്കും. അതുപോലെ തന്നെ ചെടി മാറ്റി നടുമ്പോഴും ഒക്കെ ആ ചെടി നല്ല ആരോഗ്യത്തോടെ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് കായ്ഫലം തരുന്നവരെ വേപ്പിൻ പിണ്ണാക്ക് ഓരോ നിശ്ചിത അളവിൽ കൊടുക്കാം കേട്ടോ. എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ഇട്ടത് ഒരു പകുതി വളർച്ച നേരത്തെ കാണിച്ച ചെടിയില്ലേ, അതുവരെ നമുക്കിനി ഒരു വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ജൈവ സ്ലറി അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.